We are continuing with Module 5. The second section of Module 5 is cluster analysis, and cluster analysis will be continued in the next module. We've already learned a lot of cluster analysis. നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ക്ലസ്റ്ററിങ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നതാണ്. ഒന്നാമത്തെ കാര്യം ക്ലസ്റ്ററിങ് ഈസ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഡേറ്റയ്ക്കകത്ത് ഏത് ക്ലാസ്സാണ് ഓരോ ഡേറ്റ ബിലോങ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യും, സിമിലർ ആയിട്ടുള്ള ഡേറ്റ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യും. ആ ഗ്രൂപ്പ് ചെയ്യുന്നത് വെച്ച് ഓരോ ഗ്രൂപ്പിനും ഓരോ പേരും കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മൾ തന്നെ ക്ലസ്റ്ററിങ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലസ്റ്ററിങ്? വളരെ സിമ്പിളാണ്. എല്ലാ ഡേറ്റയും കൂടെ എടുത്തിട്ട് സിമിലർ ആയിട്ടുള്ള ഡേറ്റാസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കുക. അതിനെ സിമിലർ അല്ലാത്ത ഡേറ്റയെ വേറെ വേറെ ഗ്രൂപ്പുകൾ ആക്കുക. വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് intra-cluster similarity must be high. എന്ന് വെച്ചാൽ points which are in a single cluster must be more similar to each other than points which are in other clusters. എന്ന് വെച്ചാൽ intra-cluster similarity ഹൈയുമായിരിക്കണം, inter-cluster similarity ലോയുമായിരിക്കണം. അതാണ് നമ്മുടെ ക്ലസ്റ്ററിങ്ങിൻ്റെ പ്രോസസ്സ്. ഇനി സിമിലാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ ഓൾറെഡി സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിസ്റ്റൻസ് മെഷേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസിമിലാരിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്റ്റൻസ് മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സിമിലാരിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്ലസ്റ്ററിങ് പ്രോസസ്സിനെയാണ് ക്ലസ്റ്ററിങ്, ഈ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അൽഗോറിതംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ക്ലസ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ അൽഗോറിതം മാറി മാറി യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഇഫ് ഐ എം യൂസിങ് കെ മീൻസ് അൽഗോറിതം, എനിക്ക് ഒരു സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. കെ മിഡോയിഡ് യൂസ് ചെയ്യുമ്പം അതേ സെറ്റ് ആയിരിക്കത്തില്ല, ഒരു പക്ഷേ അത് മാറിയായിരിക്കും കിട്ടുന്നത്. സോ ദർ ആർ എഫിഷ്യൻറ്റ് അൽഗോറിതംസ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ വി ആർ യൂസിങ്. ഓക്കെ, നൗ നോർമലി ക്ലസ്റ്ററിങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്ന പല ഡീറ്റെയിൽസും ഈ ഡേറ്റയെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതും കൂടെയാണ് വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് ക്ലസ്റ്ററിങ് ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ഡേറ്റ മൈനിങ്. നൗ ദർ ആർ സെവറൽ യൂസസ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്ന്, ബിസിനസ് ഇൻ്റലിജൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയേഴ്സിനെ ക്ലസ്റ്റർ ചെയ്തിട്ട് അവരുടെ സിമിലാരിറ്റി അനുസരിച്ച് പല പാക്കേജസും അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കാനായിട്ട് പറ്റും. സോ business strategies can be developed from the clustering that we get from the data. അടുത്തത്, improve project management. ഒരു കമ്പനി പല പ്രോജക്ട്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രോജക്ട്സ് പലതും സിമിലർ ടു ഈച്ച് അതർ ആയിരിക്കും. അതിനെ ഗ്രൂപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് പ്രോജക്ട്സിന് മോർ എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനെ ഓഡിറ്റ് ചെയ്യുമ്പം ഈ ഗ്രൂപ്പ്സിന് ഒരേ സെറ്റ് ഓഫ് റൂൾസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡയഗ്നോസിസ്, എന്തെങ്കിലും തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ടോ സോൾവ് ചെയ്യാനായിട്ടോ ഉണ്ടെങ്കിൽ ആ ഡയഗ്നോസിസ് ചെയ്യാനും ഒക്കെ ഈ ക്ലസ്റ്ററിങ് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇമേജ് റെക്കഗ്നിഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒന്ന് കണ്ടിട്ടുള്ളതാണ്. ഇമേജ് റെക്കഗ്നിഷൻ, സപ്പോസിങ് ദാറ്റ് ഐ വോണ്ട് ടു ക്ലാസിഫൈ നമ്പേഴ്സ് ഫ്രം 0 to 9. എല്ലാവരും ഈ നമ്പേഴ്സ് എഴുതുന്നത് ഒരേപോലെ ആയിരിക്കത്തില്ല. 2 എന്ന് പറയുന്നത് പല രീതിയിൽ എഴുതുന്നവരുണ്ടാവും, പല ഷേപ്പിലും സൈസിലും ഒക്കെ. പക്ഷെ അതെല്ലാം 2 ആണ്. 7 എന്ന് പറയുന്ന നമ്പർ പല രീതിയിൽ എഴുതുന്നവരുണ്ടാവും, പക്ഷെ അതെല്ലാം 7 ആണ്. ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുമ്പോഴത്തേനും സിമിലാരിറ്റി വെച്ചിട്ട് ക്ലസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാ സൈസിൽ എഴുതുന്നവരെയും ഒരേ കാറ്റഗറി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Now you can see an example over here. ഞാൻ 2 നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് 2, മറ്റേത് 7. പല രീതിയിലാണ് 2 പല രീതിയിൽ എഴുതാം. ഈ 2 പല രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, 7 പല രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നു. ബട്ട് സ്റ്റിൽ 7 ഏത് രീതിയിൽ എഴുതിയാലും they are similar to each other than they are similar to any other number. 2ഉം 7ഉം ഒരുപോലെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ ക്ലസ്റ്റർ ചെയ്യുമ്പോഴത്തേനും ഇതിനെ ഒരു ക്ലസ്റ്ററായിട്ടും ഇതിനെ വേറൊരു ക്ലസ്റ്ററായിട്ടും ക്ലസ്റ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഈസിയർ ഫോർ ഇമേജ് റെക്കഗ്നിഷൻ. ദിസ് ഇസ് വൺ ഓഫ് ദ കോൺസെപ്റ്റ്സ് ഫോർ ഇമേജ് റെക്കഗ്നിഷൻ. ഒത്തിരിയും യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഡേറ്റ മൈനിങ്ങിൽ. നെക്സ്റ്റ് ഇസ് സം ഓഫ് ദ ഫങ്ഷൻസ് ഇൻ ഡേറ്റ മൈനിങ് ഓഫ് ക്ലസ്റ്ററിങ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡേറ്റ മൈനിങ്ങിൽ ക്ലസ്റ്ററിങ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇത്. നേരത്തെ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ കണ്ടുപിടിക്കാനായിട്ടാണ് ആദ്യത്തെ
യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഡേറ്റ നമുക്കുണ്ട്, അതിനെ ഒരു ക്ലസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഏതൊക്കെ രീതിയിലാണ് ഡേറ്റ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്, വാട്ട് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡേറ്റ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്തൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ ക്ലസ്റ്ററിങ് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ്. മറ്റ് പല ഡേറ്റ മൈനിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെപ്പായിട്ട് ക്ലസ്റ്ററിങ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്യാരക്ടറൈസേഷൻ, ഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് സമറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്ലസ്റ്ററിങ് ചെയ്തിട്ട് പിന്നെ ഓരോ ക്ലസ്റ്റേഴ്സ് എടുത്തിട്ട് അതിനെ ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സബ്സെറ്റ് സെലക്ഷൻ, അസോസിയേഷൻ മൈനിങ്ങിലെ സബ്സെറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ക്ലസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അസോസിയേഷൻ മൈനിങ് ഓരോ ക്ലസ്റ്റേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ഇഫ് ദർ ഇസ് നോ ക്ലാസ്സസ് ഗിവൺ, ആദ്യം നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് ഓരോ ക്ലസ്റ്റേഴ്സിന് ഓരോ ക്ലാസ്സസ് കൊടുക്കുന്നു. അങ്ങനെ പല സ്റ്റെപ്സിനും മുന്നോടിയായിട്ട് പ്രീ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുന്നത് ഒരു പതിവാണ്. അടുത്തത് ഇസ് ഓട്ടോമാറ്റിക് ക്ലാസിഫിക്കേഷൻ. വെൻ വി ഡു നോട്ട് ഹാവ് ക്ലാസ്സസ്, ഇംപ്ലിസിറ്റ് ആയിട്ട് ക്ലാസ്സസ് ഇല്ലാത്തപ്പം ഇതുപോലെ തന്നെ ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന പോലെ ആദ്യം ക്ലസ്റ്റർ ചെയ്യുക, എന്നിട്ട് ക്ലസ്റ്റേഴ്സിന് പേര് കൊടുക്കുക. അടുത്തത് ഗ്രൂപ്പ്സ് ആയിട്ട് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ബേസ്ഡ് ഓൺ സിമിലാരിറ്റി, അതിന് ക്ലസ്റ്ററിങ് യൂസ് ചെയ്യും. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ. ഡേറ്റയ്ക്കകത്ത് എപ്പോഴും നോയ്സോ എററോ ഒക്കെ ഉണ്ടാവാം. നമ്മൾ ക്ലസ്റ്റർ ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ദിസ് ഇസ് എ ഫാർ അവേ ഡേറ്റ എന്ന് വെച്ചാൽ വേറെ ഒരു ഡേറ്റയും സിമിലർ ആയിട്ടല്ലാത്ത ഒരു ഡേറ്റ ആണ് നമുക്ക് നോയ്സ് ആയിട്ട് ഔട്ട്ലയർ ആയിട്ടുള്ളതെങ്കിൽ ആ ഔട്ട്ലയേഴ്സ് സെപ്പറേറ്റ് ഔട്ട് ഫ്രം ദ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും. അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് നമ്മൾ ക്ലസ്റ്ററിങ് ചെയ്യുമ്പോൾ. സോ ദീസ് ആർ സം ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ക്ലസ്റ്ററിങ് വിച്ച് ഇസ് യൂസ്ഫുൾ ഇൻ ഡേറ്റ മൈനിങ്. This is important requirements for cluster analysis. 9 എണ്ണം ഉണ്ട്. ഈ 9 എണ്ണം നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഓർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ഡിഫിക്കൽട്ടി വരും. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഈച്ച് ഓഫ് ദം. ഫസ്റ്റ് തിങ് ഇസ് സ്കേലബിലിറ്റി. ഏത് അൽഗോറിതം നമ്മൾ ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താലും ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ അൽഗോറിതം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോർമലി നമ്മുടെ ക്ലസ്റ്ററിങ് അൽഗോറിതംസ് നോക്കിക്കഴിഞ്ഞാൽ വെരി ലാർജ് ഡേറ്റയിലൊന്നും അത് വർക്ക് ചെയ്യത്തില്ല, സാമ്പിൾസ് ഓഫ് ഡേറ്റയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ബയസിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അൽഗോറിതം സ്കേലബിൾ ആയിരിക്കണം, അതാണ് ഒരു റിക്വയർമെൻറ്റ്. 2, നോർമലി കാണുന്ന എല്ലാ അൽഗോറിതവും ഇറ്റ് വർക്ക്സ് ഓൺ ന്യൂമറിക് ഡേറ്റ എന്ന് വെച്ചാൽ നമ്പേഴ്സിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഡേറ്റ റിയൽ ലൈഫ് ഡേറ്റ ഒന്നും ന്യൂമറിക് ഡേറ്റ മാത്രമല്ല, പല ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. അപ്പോൾ നമ്മുടെ അൽഗോറിതംസ് മസ്റ്റ് ബി അപ്ലയബിൾ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അടുത്തത് നമ്മൾ സാധാരണ കാണുന്ന ഡിസ്റ്റൻസ് മെഷർ യൂസ് ചെയ്ത് ചെയ്യുന്ന എല്ലാ അൽഗോറിതംസും സ്ഫെറിക്കൽ ഷേപ്സ് അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഷേപ്സിനെ മാത്രമാണ് ക്ലസ്റ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ റിയൽ ഡേറ്റയിൽ ക്ലസ്റ്റേഴ്സ് ആർ നോട്ട് ഓൾവേസ് സ്ഫെറിക്കൽ ഷേപ്പ്, ദർ ക്യാൻ ബി എനി ഷേപ്പ്, ആർബിട്രറി ഷേപ്സ് ഉണ്ടാവാം. ഈ ആർബിട്രറി ഷേപ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലസ്റ്ററിങ് അൽഗോറിതംസ് ഡിസൈൻ ചെയ്യണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ when we do clustering we always give that ക്ലസ്റ്ററിൻ്റെ മാക്സിമം സൈസ് ഇത്രയും ആയിരിക്കണം, റേഡിയസ് ഇത്രയും ആയിരിക്കണം, ഡെൻസിറ്റി ഇത്രയും ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പാരാമീറ്റേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്നുള്ളത് വലിയൊരു വിഷയമാണ്. നോർമൽ കേസിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊമെയിനിൽ ഒരു എക്സ്പേർട്ട് ഉണ്ടാവും, അയാളുടെ നോളജ് ഉപയോഗിച്ചിട്ട് അയാളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എന്തൊക്കെ ആയിരിക്കണം. ഈ പാരാമീറ്റർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്ററിങ്ങിൻ്റെ റിസൾട്ടും കറക്റ്റ് ആയിരിക്കത്തില്ല, എഫക്റ്റീവ് ആയിരിക്കത്തില്ല. സോ ദിസ് ഈസ് അനദർ പ്രോബ്ലം. ഈ ഡൊമെയിൻ നോളജ് വെച്ചിട്ട് മാത്രം ഡിറ്റർമിൻ ചെയ്യുന്ന ഇൻപുട്ട് പാരാമീറ്റേഴ്സിന് പകരം ഡേറ്റയിൽ നിന്നും ഈ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ഗേജ് ചെയ്തെടുക്കാൻ പറ്റുവാണ്, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ക്ലസ്റ്ററിങ് അൽഗോറിതം. വൺ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. അടുത്തത് whatever is our clustering algorithm, it should be able to deal with noisy data. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കെ മീൻസ് അൽഗോറിതമാണ്. കെ മീൻസ് അൽഗോറിതത്തിൻ്റെ അകത്ത് നോയ്സി ഡേറ്റയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോയ്സി ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ദ ഡേറ്റ വിൽ ബി ആഡഡ് ടു ദ പർട്ടിക്കുലർ വാല്യൂസ് ആൻഡ് ക്ലസ്റ്റർ കറക്റ്റ് ആയിരിക്കത്തില്ല. അടുത്തത് എന്ന് പറയുന്നത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ക്ലസ്റ്ററിങ് ആൻഡ് ഇൻസെൻസിറ്റീവ് ടു ഇൻപുട്ട് ഓർഡർ എന്ന് വെച്ചാൽ നോർമലി അൽഗോറിതംസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ക്ലസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ ഡേറ്റയും കൂടെ എടുത്ത് വെച്ച് ക്ലസ്റ്റർ ചെയ്തിട്ട് വീണ്ടും പുതിയ ക്ലസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല
ഏത് ഇൻപുട്ട് ഓർഡറിലാണോ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്, ഓരോ ഡേറ്റ നമ്മൾ കൊടുക്കുന്നത്, അതിനനുസരിച്ച് ക്ലസ്റ്ററിങ് മാറാനും ചാൻസ് ഉണ്ട്. ഇതിന് രണ്ടിനും സെൻസിറ്റീവ് അല്ലാത്ത രീതിയിൽ വേണം ക്ലസ്റ്ററിങ് അൽഗോരിതംസ്. എന്ന് വെച്ചാൽ ഒന്നേന്ന് ചെയ്യാനായിട്ട് ഇട വരരുത്, ഇൻക്രിമെൻ്റൽ ആയിരിക്കണം. പുതിയ ഡേറ്റ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലസ്റ്റർ ചെയ്ത് പോകണം. അപ്പം വീണ്ടും ഒരേ കാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, റീകമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇൻപുട്ട് ഓർഡർ എന്തും ആയിക്കോട്ടെ ക്ലസ്റ്ററിങ് കറക്റ്റ് ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നത്. അടുത്തത് കേപ്പബിലിറ്റി ഓഫ് ഹൈ ഡയമെൻഷനാലിറ്റി ഡേറ്റ. ഇതൊരു വലിയ പ്രശ്നമാണ്. നോർമൽ അൽഗോറിതംസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ സെറ്റ് ഓഫ് ഡേറ്റയിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ സാമ്പിളിലാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ ചെയ്ത് മാത്രമേ അൽഗോറിതം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് സിറ്റുവേഷൻ. സോ ഇൻ ഹൈ ഡയമെൻഷണൽ ഡേറ്റ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഡേറ്റ വളരെ സ്പാർസ് ആയിരിക്കും, അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഡേറ്റ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സ്ക്യൂഡ് ഡേറ്റ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് ക്ലസ്റ്റർ ചെയ്യുന്ന അൽഗോറിതംസ് വേണം, എന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തത് കൺസ്ട്രെയിൻറ്റ് ബേസ്ഡ് ക്ലസ്റ്ററിങ്. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ സാധാരണ നമ്മൾ കാണുന്ന കൺസ്ട്രെയിൻസ് അല്ലാതെ, ദാറ്റ് മീൻസ് ലിമിറ്റേഷൻസ് അല്ലാതെ പല കൺസ്ട്രെയിൻസ് കാണും. ഈ കൺസ്ട്രെയിൻസിനെ എനിക്ക് അപ്ലൈ ചെയ്ത് ക്ലസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് വേണം. ദെൻ ഇറ്റ് വിൽ ബി ഗുഡ് ക്ലസ്റ്ററിങ്. അടുത്തത് ഇൻ്റർപ്രറ്റബിലിറ്റി ആൻഡ് യൂസബിലിറ്റി. ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. ഇൻ്റർപ്രറ്റബിലിറ്റി മീൻസ് മനസ്സിലാകാൻ പറ്റണം. ക്ലസ്റ്ററിങ് റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ, വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണം ഇതെന്തോ ചെയ്തിരിക്കുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് മാത്രമല്ല, ഈ റിസൾട്ടിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലായിരിക്കണം നമ്മൾ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 9 റിക്വയർമെൻറ്റ്സ് ഓഫ് എ ക്ലസ്റ്ററിങ് അൽഗോറിതം. ഇനി ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബൈ വിച്ച് ക്ലസ്റ്ററിങ് ക്യാൻ ബി ഡൺ. ആ മെത്തേഡ്സ് ആണ് 4 മെത്തേഡാണുള്ളത്. ഒന്ന്, പാർട്ടീഷനിങ് ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് അൽഗോറിതത്തിനെ കാറ്റഗറൈസ് ചെയ്യാം. പാർട്ടീഷനിങ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരമാണ്. ഒന്ന്, എയറാർക്കിക്കൽ ക്ലസ്റ്ററിങ്. എന്ന് വെച്ചാൽ ദർ ഇസ് എ ട്രീ സ്ട്രക്ചർ. എയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഹോൾ ക്ലസ്റ്റർ, ഫുൾ ഡേറ്റ ഉള്ള ഒരു ക്ലസ്റ്റർ കാണും. അത് കഴിഞ്ഞിട്ട് ഇതിനെ പാർട്ടീഷൻ, ഫസ്റ്റ് ലെവൽ പാർട്ടീഷനിങ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലസ്റ്റർ ഉണ്ട്. പിന്നെ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക, ക്ലസ്റ്റർ ചെയ്യുക. ഈ രീതി ചെയ്യുന്നതിനാണ് നമ്മൾ എയറാർക്കിക്കൽ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് കാറ്റഗറി ഇസ് അക്കോർഡിംഗ് ടു പാർട്ടീഷൻ. പാർട്ടീഷൻ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു എയറാർക്കി ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ എയറാർക്കിക്കൽ ക്ലസ്റ്ററിങ്. ഇഫ് ദർ ഇസ് നോ സച്ച് എയറാർക്കി, ദെൻ ഇറ്റ് ഇസ് എ നോൺ എയറാർക്കിക്കൽ clustering. There is no hierarchy between the clusters. Next, the algorithms are divided based on separation of clusters. ഒന്ന്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ 2 ക്ലസ്റ്റർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഇത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. സെപ്പറേഷൻ ഓഫ് ക്ലസ്റ്റേഴ്സെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ്. ഒരു ക്ലസ്റ്റർ ഇങ്ങനെയും അടുത്ത ക്ലസ്റ്റർ ഇങ്ങനെയൊക്കെ അലൗ ചെയ്യുന്ന അൽഗോരിതം ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്നുവെച്ചാൽ എല്ലാ ക്ലസ്റ്റേഴ്സും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് അല്ല. എന്നാൽ സം അൽഗോറിതംസ് ഓൺലി അലൗ സെപ്പറേറ്റ് ക്ലസ്റ്റേഴ്സ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഓവർലാപ്പ് പാടില്ല. ഇതെന്ന് പറയുമ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഈ 2 തരമാണ് ഉള്ളത് ഇഫ് വി കാറ്റഗറൈസ് ദി അൽഗോറിതംസ് ബേസ്ഡ് ഓൺ സെപ്പറേഷൻ ഓഫ് ക്ലസ്റ്റേഴ്സ്. അടുത്തത് എന്ന് പറയുന്നത് ഇസ് സിമിലാരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് അൽഗോറിതംസിനെ കാറ്റഗറൈസ് ചെയ്യാം. സിമിലാരിറ്റി മെഷർ യൂസ് ചെയ്താണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന്, ഡിസ്റ്റൻസ് മെഷേഴ്സ് യൂസ് ചെയ്ത് സിമിലാരിറ്റി കണ്ടുപിടിക്കുന്ന അൽഗോറിതംസ്. ഡിസ്റ്റൻസ് മെഷേഴ്സ് യൂസ് ചെയ്താണ് സിമിലാരിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ ദെൻ വി ഹാവ് സ്പെരിക്കൽ ഷേപ്സ് ആണ് നോർമലി ഡിസ്റ്റൻസ് മെഷേഴ്സ് യൂസ് ചെയ്ത് കിട്ടുന്നത്. ആർബിട്രറി ഷേപ്ഡ് ക്ലസ്റ്റേഴ്സിന് ഡിസ്റ്റൻസ് അല്ല നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് സിമിലാരിറ്റി, പകരം ഡെൻസിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ബേസ് ചെയ്താണ് നമ്മൾ സിമിലാരിറ്റീനെ മെഷർ ചെയ്യുന്നത്. ഇൻ ഡിസ്റ്റൻസ് മെഷേഴ്സ് യു വിൽ ബി ലേണിംഗ് കെ മീൻസ് ആൻഡ് കെ മിഡോയിഡ്. ഇൻ ഡെൻസിറ്റി മെഷേഴ്സ് യു വിൽ ബി ലേണിംഗ് DB സ്കാൻ ആൻഡ് ഓപ്റ്റിക്സ്. ഇനി ക്ലസ്റ്ററിങ് സ്പേസ് യൂസ് ചെയ്ത് നമുക്ക് ക്ലസ്റ്ററിങ് സ്പേസ് എന്ന് വെച്ചാൽ എന്തോരം ഡേറ്റ വെച്ചിട്ടാണ് ക്ലസ്റ്ററിങ് അൽഗോറിതം വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ക്ലസ്റ്ററിങ് സ്പേസ്. ഒന്ന് ലോ ഡയമെൻഷൻ അല്ലെങ്കിൽ ഹൈ ഡയമെൻഷൻ. ലോ ഡയമെൻഷൻ ആണെങ്കിൽ എൻറ്റയർ ഡേറ്റ സ്പേസിനെ എടുത്തു വെച്ചിട്ട് ഒറ്റ അടിക്ക് ചെയ്യുന്നതിനാണ് low dimensional. Only if it is low dimensional it is possible to take the entire data space and do the clustering. High dimension ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സബ്സ്പേസസിനെ എടുത്ത് വെച്ചാൽ സാമ്പിൾസ് ഓഫ് ദ ഡേറ്റ പല പ്രാവശ്യം എടുത്ത് അതിനെ ക്ലസ്റ്റർ ചെയ്താണ് ക്ലസ്റ്ററിങ്
കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ കേസിൽ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. ഈ ടൈപ്സ് ഓഫ് ഡേറ്റ നമ്മൾ ഓൾറെഡി സെക്കൻഡ് മോഡ്യൂളിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയിൽ കണ്ടിട്ടുള്ളതാണ്. ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് എവറിത്തിങ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഓൾറെഡി. വി ഓൾറെഡി ലുക്ക്ഡ് അറ്റ് ന്യൂമറിക് ഡേറ്റ, കാറ്റഗോറിക്കൽ ഡേറ്റ, ടെക്സ്റ്റ് ഡേറ്റ. ടെക്സ്റ്റ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ കണ്ടന്റ് ഇൻ സോഷ്യൽ മീഡിയ, വെബ് ഡേറ്റ, സോഷ്യൽ നെറ്റ്വർക്ക്, നമ്മുടെ മെസ്സേജുകളും കാര്യങ്ങളും അതൊക്കെയാണ് ഈ ടെക്സ്റ്റ് ഡേറ്റ. മൾട്ടിമീഡിയ ഡേറ്റ. ഇനി ഇതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്തും ക്ലസ്റ്ററിങ് പോസിബിൾ. എല്ലാ അൽഗോറിതവും ന്യൂമറിക് ഡേറ്റ ചെയ്യുന്നതാണ്. ഓക്കെ, കാറ്റഗോറിക്കൽ ഡേറ്റ ചെയ്യാനായിട്ട് ഇൻക്ലൂഡിങ് ബൈനറി ഡേറ്റ ചെയ്യാനായിട്ട് വി ഹാവ് ഗോട്ട് അൽഗോറിതംസ് വിച്ച് ആർ മീഡോയിഡ് അൽഗോറിതംസ്, ഡിസ്റ്റൻസ് മെഷേഴ്സ് യൂസ് ചെയ്യുന്ന അൽഗോറിതംസ് ഉണ്ട്. ടെക്സ്റ്റ് ഡേറ്റയിൽ നോർമലി കെ മീൻസ് അല്ലെങ്കിൽ അഗ്ലോമറേറ്റീവ് മെത്തഡ്, ഗോയിങ് ടു ലേൺ ഓൾ ഓഫ് ദീസ് തിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിമീഡിയ ഡേറ്റയ്ക്കകത്തും നമ്മൾ ഈ മെത്തേഡ്സ് ആണ്, അഗ്ലോമറേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഹെറാർക്കിക്കൽ മെത്തേഡ്സ് ആണ് നോർമലി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓൾ ഓഫ് ദിസ് വി ഹാവ് സീൻ ഏർലിയർ ഇൻ മോഡ്യൂൾ 2. ടൈം സീരീസ് ഡേറ്റയും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ടെമ്പറലി ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ ടൈമും കൂടെ ഉള്ള ഡേറ്റയുടെ കഥയാണ് ഈ പറയുന്നത്. സോ വി ഡോണ്ട് ജസ്റ്റ് ഹാവ് values, we also have a time component added to those particular values. അപ്പോൾ ഇതിനെ എപ്പോഴും ക്ലസ്റ്റർ ചെയ്യുമ്പോഴത്തേനും കോറിലേഷൻ ബേസ് ചെയ്തിട്ടാണ് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ടൈമിനെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തേ ക്ലസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഷേപ്പ് ബേസ്ഡ് ഓഫ്ലൈൻ അനാലിസിസും ചെയ്യാം. അത് ECGക്കൊക്കെ ചെയ്യുന്നത് ഷേപ്പ് ബേസ് ചെയ്ത് ഓഫ്ലൈൻ അനാലിസിസ് നമുക്ക് ചെയ്യാം. ഓവറോൾ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ക്ലസ്റ്ററിങ് ചെയ്യാം. സീക്വൻസ് ഡേറ്റ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ കിട്ടുന്നതിനാണ്. ഒരു ടൈമിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ കിട്ടുന്നതിനാണ് സീക്വൻസ് ഡേറ്റ എന്ന് പറയുന്നത്. ഇവിടെ സിമിലാരിറ്റി ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഹാമിംഗ് ഡിസ്റ്റൻസ്, എഡിറ്റ് ഡിസ്റ്റൻസ്. ഇതെല്ലാം നമ്മൾ കാണുന്നില്ല. വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് സം തിങ്സ്. ദിസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ വിച്ച് ക്യാൻ ബി ക്ലസ്റ്റേർഡ്. സീക്വൻസ് ക്ലസ്റ്ററിംഗ് നോർമലി ട്രീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹിഡൻ മാർക്കോവ് മോഡൽസ്, ജനറേറ്റീവ് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. വി ഡു നോട്ട് ഹാവ് ഹിഡൻ മാർക്കോവ് മോഡൽ ഇൻ അവർ സിലബസ്. സ്ട്രീം ഡേറ്റ, again real time data, sequence one after the other sequence ഉള്ളത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് sequentially ഡേറ്റ വരുന്നതിനാണ്. ഈ പർട്ടിക്കുലർ കേസിൽ നോർമലി മൈക്രോ ക്ലസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കിട്ടുന്ന ഡേറ്റ ക്ലസ്റ്റർ ചെയ്യും, എന്നിട്ട് ഈ മൈക്രോ ക്ലസ്റ്റേഴ്സിനെ വീണ്ടും ക്ലസ്റ്റർ ചെയ്യും. അങ്ങനെ ചെയ്ത് വലിയ ഡേറ്റയെ ക്ലസ്റ്റർ ചെയ്ത് എടുക്കുന്നതിനാണ് സ്ട്രീം ഡേറ്റ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് data that are normally used. There are some other data which can also be used for clustering. ഇതെല്ലാം റിയൽ ലൈഫ് ഡേറ്റയാണ്. Graphs and homogeneous networks. Many data is represented as graphs, and graphs with similarity values as their edges. നമ്മൾ already ഒരു തരം clustering, ഒരു hierarchical clustering ഇവിടെ already built ആണ്. Okay, so we can use graph cuts. ഒരു particular algorithm ആണ് for hierarchical clusteringന് വേണ്ടി. Spectral methods വെച്ചാൽ കളർ വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാം what is the cluster എന്ന് പറയുന്നത്. നോൺ നെഗറ്റീവ് മെട്രിക്സ് ഫാക്ടറൈസേഷൻ, നൺ ഓഫ് ദിസ് ഇസ് പാർട്ട് ഓഫ് അവർ സിലബസ്. അതുപോലെ തന്നെ ഹെട്രോജീനസ്, ഇത് ഹോമോജീനസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന നെറ്റ്വർക്കാണ്. ഹെട്രോജീനസ് എന്ന് പറയുമ്പോൾ പലയിടത്ത് കിടക്കുന്ന പല ഫോർമാറ്റിൽ കിടക്കുന്ന ഡേറ്റയെ ക്ലസ്റ്റർ ചെയ്യാനാണ്. അതിന് നെറ്റ് ക്ലസ് എന്ന് പറഞ്ഞ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോറിതമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Now, uncertain data, ഇത് ഔട്ട്ലയറും നോയ്സും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ക്ലസ്റ്ററിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബിഗ് ഡേറ്റ. ബിഗ് ഡേറ്റ എപ്പോഴും നമ്മൾ ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുന്ന വെരി ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ദി ഓൺലി തിങ് ദാറ്റ് ക്യാൻ ബി ഡൺ ഇസ് സാമ്പിളിംഗ്. ആൻഡ് വൺ എക്സാമ്പിൾ ഫോർ ബിഗ് ഡേറ്റയെ ക്ലസ്റ്റർ ചെയ്യാനാണ് ഗൂഗിൾ മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക്ക്. ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്. Now all of this is not required, this is not there in your textbook, so I have taken it from coursera.org. This is the material that they have on their website. And ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻസ് വരുമോ വരത്തില്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ആദ്യം നമ്മൾ കണ്ട ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയാണ്. അത് പഠിച്ചാൽ മതിയാകുമായിരിക്കും. ഇനി we have already looked at this partitioning methods. These are the general characterization of clustering. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, പാർട്ടീഷനിങ് മെത്തേഡ്സ്. ഒന്നാമത്തെ കാര്യം, പാർട്ടീഷനിങ് മെത്തേഡ്സ് ആർ ഓൾവേസ് ഡിസ്റ്റൻസ് ബേസ്ഡ് അൽഗോറിതംസ്. ഡിസ്റ്റൻസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ക്ലസ്റ്റേഴ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ്, സർക്കുലർ ഷേപ്പ് ആയിരിക്കും ക്ലസ്റ്റേഴ്സിന് ഉണ്ടാകുന്നത്. നൗ എക്സാമ്പിൾസ് ആണ് മീൻ ഓർ മിഡോയിഡ്
ക്ലസ്റ്ററിങ് കെ മീൻസ് ഓർ കെ മിഡോയിഡ് അൽഗോറിതംസ് ഇതുപോലെ പാർട്ടീഷനിങ് അൽഗോറിതംസ് ആണ്. ദേ ആർ എഫക്റ്റീവ് ഫോർ സ്മോൾ ഓർ മീഡിയം സൈസ് ഡേറ്റാ സെറ്റ്സ്. ലാർജ് ഡേറ്റാ സെറ്റ്സിന് ഇത് എഫക്റ്റീവ് അല്ല, ഉപയോഗിക്കാം പക്ഷേ എഫക്റ്റീവ് അല്ല. അടുത്തതെന്ന് പറയുന്നത് എറാർക്കിക്കൽ മെത്തേഡ്സ് ആണ്. എറാർക്കിക്കൽ മെത്തേഡ്സ് ഐ ടോൾഡ് യു ഏർലിയർ ലെവൽസ് ആയിട്ട് നമുക്കതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലസ്റ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് താഴോട്ട് വന്നാലും പല ക്ലസ്റ്റേഴ്സിൽ നിന്ന് ജോയിൻ ചെയ്ത് മുകളിലോട്ട് വന്നാലും നമ്മളൊരു മേർജോ ഒരു സ്പ്ലിറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡും ഇല്ല. യു കനോട്ട് ഗോ ബാക്ക്. വാട്ട് എവർ ഡിസിഷൻ യു മേക്ക് ഇസ് ഫൈനൽ. അതാണ് ഒരു വിഷയം. ബട്ട് ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് മെനി ടൈംസ് ഫോർ മൈക്രോ ക്ലസ്റ്ററിങ്. എന്ന് വെച്ചാൽ മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഡേറ്റ നമ്മൾ ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ആക്കി പിന്നെ ആ മൈക്രോ ക്ലസ്റ്റേഴ്സിനെ വീണ്ടും ക്ലസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിനൊരു എറാർക്കി വരുന്നുണ്ട്. സോ ഈ മെത്തേഡ് ഇസ് വെരി യൂസ്ഫുൾ വെൻ വി ഹാവ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ വിച്ച് ഇസ് കണ്ടിന്യൂസ്ലി ഇൻകമിങ്. ഓക്കെ, അടുത്തത് ഇത് രണ്ടും തന്നെ സാധാരണഗതിയിൽ സ്ഫെറിക്കൽ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്സ് ആയിരിക്കും. ബട്ട് നോട്ട് നെസസറി. ഹൈറാർക്കിക്കലിൽ രണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് മെഷേഴ്സ് ആയിരിക്കും. നൗ ഡെൻസിറ്റി ബേസ്ഡും ഗ്രിഡ് ബേസ്ഡും രണ്ടും ആർബിട്രറി ഷേപ്സിനെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഗ്രിഡ് ബേസ്ഡ് നമ്മുടെ സിലബസിലില്ല, ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് വരെ നമ്മുടെ സിലബസിലുള്ളൂ. സോ ഐ വിൽ ബി ലുക്കിംഗ് ഓൺലി അറ്റ് ദീസ് ത്രീ. This we can find arbitrarily shaped clusters. This is real world situations density based ആണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മുടെ measure of similarity എന്ന് പറയുന്നത് density. There is a method by which we will be able to find how many points are together in one particular place. അതിന് നെയ്ബർഹുഡിൽ എത്ര മിനിമം നമ്പേഴ്സ് പോയിന്റ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ ക്ലസ്റ്റർ ഡെൻസിറ്റി. ഡിഫറെൻറ്റ് അൽഗോറിതംസ് ഉണ്ട്, വിൽ ബി ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഓക്കെ, ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പം ഔട്ട്ലയേഴ്സ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഈ ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ്. ഗ്രിഡ് ബേസ്ഡ് മെത്തേഡിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ഡേറ്റ എടുത്തു, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 സെക്ഷനായിട്ട് എടുത്തു, പിന്നെ ആ ഹോൾ ഈ ഓരോ സെക്ഷനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഒരു പിരമിഡൽ ഷേപ്പിൽ മുകളിലോട്ട് പോകുന്നതിനാണ് ഗ്രിഡ് ബേസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഓരോ ചെറിയ സെക്ഷനെ സെപ്പറേറ്റ് ക്ലസ്റ്റർ ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നോർമലി ഇത് യൂസ് ചെയ്യുന്നത് മൾട്ടി റെസൊല്യൂഷൻ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് are there in the data. അതേ ബേസ് ചെയ്തിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നോർമലി ഇത് പെട്ടെന്ന് റിയൽ ടൈം ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ദിസ് ഇസ് നോട്ട് പാർട്ട് ഓഫ് അവർ സിലബസ്. വിത്ത് ദിസ് the introduction part is over. Now in the next section I will be talking about partitioning methods. K-means ഉം K-midoid ആയിരിക്കും ഇനി അടുത്ത സെക്ഷനിൽ പറഞ്ഞു തരുന്നത്. താങ്ക് യു.